Hello everyone. Let's move on to next theory of exchange rate determination, that is balance of payment theory. Let's have a look on how the exchange rate is determined on the basis of balance of payment theory. The balance of payment theory of exchange rate hold that the price of foreign money in terms of domestic money is determined by the free forces of demand and supply in the foreign exchange market. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തിയറി അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് ഫ്രീ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ചിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഫോളോസ് ദാറ്റ് ദ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് എ കൺട്രീസ് കറൻസി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ദി കറൻസി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ കറൻസിക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ആ കറൻസി എത്രത്തോളം സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂ determine ചെയ്യപ്പെടുന്നത്. Okay, the forces of demand and supply are determined by the various items in the balance of payment of a country. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ ബേസ് ചെയ്തിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നതെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ വേരിയസ് ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിമാൻഡും സപ്ലൈ ഫോഴ്സസ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. So this theory stresses that the rate of exchange basically relates to the position of balance of payment of the country concerned. ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ ബേസ് ചെയ്തിട്ടിരിക്കും ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ദ റെക്കോർഡ് of all economic transaction between the resident of the country and rest of the world in a particular period of time. സോ അതിനെ എന്തെന്ന് കൂടി നമുക്ക് വിളിക്കാം? ബാലൻസ് ഓഫ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് എന്ന് കൂടി വിളിക്കാം. ഓക്കെ, then നോക്കുക, the demand for foreign exchange arise from the debit items in the balance of payment. Okay, balance of paymentലെ ഡെബിറ്റ് ഐറ്റംസ് ആണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേറീസ് ദ സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അറൈസ് ഫ്രം ദ ക്രെഡിറ്റ് ഐറ്റംസ്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ക്രെഡിറ്റ് ഐറ്റംസ് കാണിക്കുന്നത് എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് സപ്ലൈ ആണ്. The debit items relates to all payments made during a given period by resident of a country to foreigners. അപ്പോൾ ഡെബിറ്റ് ഐറ്റംസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? പേയ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി ഫോറിനേഴ്സിന് പേ ചെയ്യുന്ന പേയ്മെൻറ്റ്സിലാണ് ഡെബിറ്റ് ഐറ്റംസ് കാണിക്കുന്നത്. ക്രെഡിറ്റ് ഐറ്റംസ് ഇൻക്ലൂഡ് ഓൾ റിസീവ്സ് ഡ്യൂറിങ് ദ ഗിവൺ പീരീഡ് ഫ്രം ഫോറിനേഴ്സ് ബൈ റെസിഡൻറ്റ്. Okay, these payments may be on any account, that may be goods bought and sold or service rendered and received, capital borrowed or lent and so on. Okay, then a deficit in the balance of payment leads to a fall or depreciation in the rate of exchange. It also implies that the demand for foreign exchange is exceeding its supply. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണെന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണ്? റിസീപ്റ്റ്സിനേക്കാൾ കൂടുതലാണ് പേയ്മെൻ്റ് എങ്കിൽ അവിടെ എന്താണ്? ഡെഫിസിറ്റ് ആണ്. ഓക്കെ, ആ ഡെഫിസിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ ഇൻ ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇറ്റ് ഓൾസോ ഇംപ്ലീസ് ദാറ്റ് ദ ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് എക്സീഡിങ്. അതായത് ഫോറിൻ കറൻസിക്ക് ഡിമാൻഡ് കൂടുതലാണ്. ഓക്കെ, ഫോറിൻ കറൻസിക്ക് അതിൻ്റെ സപ്ലൈയേക്കാൾ കൂടുതലാണ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് കറൻസി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. അതേ ടൈമിൽ എന്താണ്? ഫോറിൻ കറൻസി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, എ സർപ്ലസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്ട്രെങ്തൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, കോസിങ് ഇൻ ദ അപ്രീസിയേഷൻ ഓഫ് പ്രൈസ് ഓഫ് ഫോറിൻ ഹോം കറൻസി ഇൻ ടേംസ് ഓഫ് ഫോറിൻ കറൻസി. എന്നാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ സർപ്ലസ് പൊസിഷൻ കാണിക്കുന്നത് എന്താണ്? ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോറിൻ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, that means greater demand for home currency in a foreign country other than the available supply. അതായത് ഹോം കറൻസിക്ക് ഡിമാൻഡ് കൂടുതലാണ്. ഓക്കെ, സപ്ലൈനേക്കാൾ കൂടുതൽ എന്തുണ്ട്? ഹോം കറൻസിക്ക് ഡിമാൻഡ് കൂടുതലാണ്. സപ്പോസ് ഇഫ് ഇന്ത്യ ഹാസ് എ നെറ്റ് ഡെബിറ്റ് ഇൻ ഇറ്റ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, അതായത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാണിക്കുന്ന ഒരു നെഗറ്റീവ് ബാലൻസ് ആണ്, അതായത് ഡെഫിസിറ്റ് ആണ് എങ്കിൽ ഇറ്റ്സ് ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് സേ $, മസ്റ്റ് എക്സീഡ് ഇറ്റ്സ് സപ്ലൈ ഓഫ് $, with the result that the rupee price of $, will go up. Okay, or what comes to the same thing,
the external value of the rupee must go down in terms of dollar. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയും അതേപോലെ തന്നെ എന്താണ് US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രിയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്? ഡെഫിസിറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഫോറിൻ കറൻസിയുടെ അതായത് US ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡാണ്, നമ്മളത് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും അതേ സമയത്ത് അവരുടെ US ഡോളറിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. Then, according to this theory, given demand supply schedule, their intersection determine the equilibrium exchange rate of currency. അപ്പോൾ ഡിമാൻഡ് സപ്ലൈ ഷെഡ്യൂൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് also referred towards demand supply theory of exchange. Balance of payment theory നമുക്ക് എന്തെന്നുകൂടി വിളിക്കാം? ഡിമാൻഡ് സപ്ലൈ തിയറി ഓഫ് എക്സ്ചേഞ്ച് എന്നുകൂടി വിളിക്കാം. ഓക്കെ, കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്നാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, lower the price of a currency, the greater will be the demand for it, and therefore the demand curve slopes downward. That is law of demand. At the same time, the supply curve slopes upward from left to right, indicating that a lowering of the value of price of the currency tend to contract its supply. That is law of supply. Okay. So the main feature of this theory is that it brings the determination of exchange rate problem within the purview of general equilibrium analysis. General equilibrium analysisൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു purviewൽ നിന്നുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ തിയറിയുടെ പ്രത്യേകത. കൂടാതെ ഈ തിയറി ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യമുണ്ട്. When the balance of payment position is in the equilibrium, can be corrected by marginal adjustment in the exchange rate by devaluation or revaluation of the currency. Okay, അതായത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിസിക്വിലിബ്രിയം പോയിന്റിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ കറക്റ്റ് ചെയ്യാം. കറൻസിയെ ഡിവാലുവേറ്റ് ചെയ്തുകൊണ്ടോ റിവാലുവേറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തിയറി ആർഗ്യൂ ചെയ്യുന്ന മറ്റൊരു കാര്യം. പക്ഷേ according to this theory, there is no causal connection between the rate of exchange and the internal price level. ഓക്കെ, ഈ പറയുന്ന ഇൻറ്റേർണൽ പ്രൈസ് ലെവലും റേറ്റ് ഓഫ് എക്സ്ചേഞ്ചും തമ്മിലൊരു ക്യാഷൽ കണക്ഷൻ ഇല്ല. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നില്ലേ ഈ പറയുന്ന പ്രൈസ് കോസ്റ്റ് സ്ട്രക്ചർ കൊണ്ട്? ഒരു രാജ്യത്തിൻ്റെ പ്രൈസ് കോസ്റ്റ് സ്ട്രക്ചർ ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ തിയറിയിൽ അത് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഈ തിയറിയുടെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, മനസ്സിലാക്കുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡിനെയും സപ്ലൈയും ബേസ് ചെയ്ത് നിർത്തിയിട്ടുള്ളൊരു തിയറിയാണ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് തിയറി അധികം താമസിക്കാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.